ഹലോ ഗുഡീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ്സാണ്. ഓക്കെ, എൻ്റെ മക്കളെ എല്ലാവരും ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഇനി മെയിൻ എക്സാമിനേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് സ്കൂളിലേക്കൊക്കെ എത്തി. എൻ്റെ മക്കളെ എല്ലാവരും ചാപ്റ്റേഴ്സ് ഒക്കെ അല്ലേ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ എടുത്ത് പുതിയ ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ്, ഇനി എന്തൊക്കെയാണ് ഞാൻ മെയിൻ എക്സാമിലേക്ക് പഠിക്കാനുള്ളത്, പുതിയ സിലബസ് ആണ്, അതിന്റെ ടെൻഷൻ ഇപ്പോഴും മാറിയിട്ടും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അല്ലേ, ഇനി നമുക്ക് എന്തായാലും മെയിൻ എക്സാമിനേക്ക് പഠിച്ചു തുടങ്ങണം. അതിനുള്ള സമയം ഒന്നും ഇനി കളയാനില്ല. അപ്പൊ ഇനി സമയമൊന്നും കളയാതെ വേഗത്തിൽ മെയിൻ എക്സാമിലേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ട, പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകൾ. അപ്പൊ നിങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. കാരണം കുറെ ആൾക്കാർ ഇപ്പൊ സ്കൂൾ തുറന്നതാണെങ്കിലും നമ്മൾ അവധിക്കാലത്തെ അല്ലെ കളിയിലും ചിരിയിലും ഒക്കെ ചിലപ്പം പഠനങ്ങൾ മുങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ആരും അതിലങ്ങനെ ഒഴുക്കി വിടാതെ നേരെ തിരിച്ച് എന്ത് ചെയ്യുക, നമ്മളെ സ്കൂളിലേക്കും നമ്മളെ ക്ലാസ് റൂമിലേക്കും ടെക്സ്റ്റ് ബുക്കിലേക്കൊക്കെ നിങ്ങളെ മൈൻഡ് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പൊ ലൈവുകളും വീഡിയോസും ഒന്നും ആരും മിസ് ചെയ്യരുത് കേട്ടോ. ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് മക്കളെ ലൈവുകൾ കാണണം, കണ്ടന്റുകൾ കാണണം. അപ്പൊ ഇടുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ മക്കള് പഠിക്കണം. അപ്പൊ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരിക്കും ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലെ. ഇനി നമുക്ക് പഠിക്കാൻ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ഇനി ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ടോ? ഒത്തിരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഇല്ല. പക്ഷെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സുകൾക്കൊക്കെ എന്തെങ്കിലും ടഫുള്ള കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്, അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊക്കെ മിസ് ഇവിടെ ഷോർട്ടാക്കി പറഞ്ഞുതരാം. മക്കൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇനി എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളത്. ഇല്ലേ, ഇത്ര കാലവും നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സും വളരെ സിമ്പിൾ ആയിരുന്നു. ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണ് ഏതടാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ. മക്കളിപ്പോ ലൈവ് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മളെ ലൈവ് കാണുക കേട്ടോ. അപ്പൊ ത്രികോണപ്പരപ്പ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്ററിന്റെ ലൈവ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കളെ സ്കൂളും ചിലപ്പോൾ അതായിരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാലുള്ള ചാപ്റ്റർ അല്ലെ, അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ആണ് സമചതുരങ്ങളും മട്ടത്രികോണവും. അതിൻ്റെ അകത്ത് എന്താണ് മിസ്സേ പഠിക്കാനുള്ളത്? സമചതുരവും മട്ടത്രികോണമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണോ? ശരിക്കും പറയുവാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്ക്വയർ നമ്പർ അല്ലെ, സ്ക്വയർ നമ്പർ, അതേപോലെ തന്നെ പൈതഗോറസ് തിയറം, ഇതൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. വലിയ കാര്യങ്ങളാണോ ഇതെന്നൊന്ന് വിചാരിക്കണം, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതും ആ ചാപ്റ്ററിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ബട്ട് സിമ്പിൾ ആണ്. ഇനി അടുത്ത് നോക്കിക്കേടാ, ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. നമ്മൾ തൊട്ടു മുന്നേ കണക്കിലെ ചുരുക്കെഴുത്ത് എന്നുള്ളൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ആ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ച ആൾക്കാർക്ക് ഉറപ്പായിട്ടും ബീജഗണിതം അല്ലെങ്കിൽ ഓൾജിബ്ര എന്നുള്ള ചാപ്റ്റർ സിമ്പിൾ ആയിരിക്കും. എക്സും വൈയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇനിയും, എക്സും വൈയും ഒക്കെ എനിക്ക് അലർജിയാണ് എന്ന് പറയരുത്, എക്സും വൈയും ഒക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഓൾജിബ്ര. ദെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം ഇല്ലേ, നിങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഭാവിയിലേക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 6th നിങ്ങൾ പഠിച്ച കാര്യമായിരിക്കും. സോ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് പെർസെന്റ്. ഏറ്റവും ലാസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുള്ളൂ. ഏതാണത്? ഡാറ്റ പിക്ചേഴ്സ് അല്ലെ. അതിനകത്ത് വിവര ചിത്രങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും, വളരെ സിമ്പിൾ കേട്ടോ. അപ്പൊ ഇത്തരത്തില് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാ നമുക്ക് ഇനി ഹാൻഡിൽ ചെയ്യാൻ? 5 ചാപ്റ്റർ ആണ്. അതിലൊരു ചാപ്റ്റർ ഇപ്പൊ നിങ്ങൾ കൊണ്ടിരിക്കുന്നു. അപ്പൊ അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ആക്കിക്കൊള്ളുക. വളരെ സിമ്പിൾ ആണ്. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് തുറന്ന് നോക്കണം എന്റെ മക്കള്. ഇനി പഠിക്കാനുള്ള രീതി എന്ന് പറഞ്ഞാൽ മാത്സിന് ഒരിക്കലും നിങ്ങൾ വായിച്ചു പഠിക്കരുത്. വായിച്ചു പഠിച്ചാൽ ഒരിക്കലും നമ്മൾ എന്താവില്ല, എവിടെയും നമ്മളെ ചിലപ്പം മൈൻഡിൽ ചിലപ്പോൾ മാത്സ് വായിച്ചു പഠിച്ചാൽ നിൽക്കണമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ലൈവുകളും കണ്ടന്റുകളും കൃത്യമായി കണ്ടിട്ട് ഓരോ പ്രോബ്ലംസും എന്റെ മക്കളെ എഴുതിയെടുത്തിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. എഴുതി 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 ഒത്തിരി റഫ് പേപ്പർ വാങ്ങി വെച്ചോളാം. എന്നിട്ട് അതിൽ എഴുതി പഠിക്കുക. അപ്പൊ നിങ്ങൾ എത്ര തവണ എഴുതിയാലാണ് നിങ്ങളെ ബ്രെയിനിലേക്ക് അത് കയറുന്നത്, അത്ര തവണ എഴുതി പഠിച്ചോളാം. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും എക്സാമിൽ നല്ല മാർക്കോട് കൂടെ വിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് ഇനി ലൈവിലേക്ക് പോകണം. അപ്പൊ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അടുത്തൊരു ലൈവില് മിസ് എന്തായാലും എത്തുന്നതായിരിക്കും. ഒരു ലൈവും ഒരു കണ്ടന്റും എന്റെ മക്കൾ മിസ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു ലൈവില് പുതിയൊരു ചാപ്റ്ററിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ, സീ യു.